അമേരിക്കൻ പടക്കപ്പലുകളെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ കഴിയുന്ന ആയുധങ്ങളെക്കുറിച്ച് കാംനയുടെ കഴിഞ്ഞ ദിവസത്തെ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതെ, ആ ആയുധങ്ങളെക്കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ആയുധം വരുന്നത് അമേരിക്കയുടെ ചിരകാല ശത്രുവായ ചൈനയിൽ നിന്നാണ്. ഇറാന് ശത്രുവിന്റെ ശത്രു മിത്രമാണ്. അതെ, ചൈനയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കുന്നത് CM-302 എന്ന സൂപ്പർസോണിക് ആന്റി ഷിപ്പ് മിസൈലുകളാണ്. ഇത് വെറുമൊരു മിസൈൽ അല്ല കേട്ടോ. ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് കടലിലൂടെ വളരെ താഴ്ന്നു പറക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾക്ക് അമേരിക്കയുടെ അഭിമാനമായ കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളെ നിമിഷ നേരം കൊണ്ട് കടലിന്റെ അടിയിലേക്ക് അയക്കാനുള്ള ശേഷിയുണ്ട്. USS എബ്രഹാം ലിങ്കന്റെയും USS ജെറാൾഡിന്റെയും അവസാനം ഈ ചൈനീസ് മിസൈലുകൾ കൊണ്ടാകുമോ എന്നതാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പേർഷ്യൻ ഗൾഫിൽ നാവികസേനയെ വിന്യസിച്ച് ലോകത്തെ ഭയപ്പെടുത്താമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വ്യാമോഹത്തിനാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ പിന്തുണയോടുകൂടി ഇറാൻ അന്ത്യം കുറിക്കാൻ പോകുന്നത്. ചൈനയുമായുള്ള ഈ കൂട്ടുകെട്ടിന് ഉരുക്കുപോലുള്ള കരുത്തു പകരാൻ റഷ്യയുമുണ്ട് കേട്ടോ. ഒപ്പം മോസ്കോയുമായി ഇറാൻ ഒപ്പുവെച്ച 50 കോടി യൂറോയുടെ മിസൈൽ കരാർ കൂടി ചേരുന്നതോടെ ഇറാൻ വേദിക്കാനാവാത്തൊരു കോട്ടയായി മാറുമെന്നതിൽ ആർക്കാണു സംശയം? എന്നാൽ കാര്യങ്ങൾ അവിടെയും നിൽക്കുന്നില്ല കേട്ടോ. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കേവലം കപ്പൽ വേദ മിസൈലുകൾക്കപ്പുറം ബാലിസ്റ്റിക് മിസൈലുകളെയും എന്തിന് അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളെ പോലും വീഴ്ത്താൻ ശേഷിയുള്ള അതീവ രഹസ്യ സാങ്കേതിക വിദ്യയും ചൈന ഇറാന് കൈമാറുമെന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ നിലയങ്ങൾക്കു നേരെ അമേരിക്ക നടത്തിയ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് ഇതിലും വലിയൊരു തിരിച്ചടിയില്ലെന്നതാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ പക്ഷം. ഇറാന്റെ ഈ തന്ത്രപരമായ നീക്കങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ പ്രതിരോധ വിഭാഗമായ പെന്റഗൺ പോലും പകച്ചു നിൽക്കുകയാണ്. ഇറാൻ ആക്രമിക്കുന്നത് 100% തെറ്റായ തീരുമാനമായിരിക്കുമെന്നതാണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ ട്രംപിന് നൽകുന്ന മുന്നറിയിപ്പ്. അതെ, സ്വന്തം സൈനിക മേധാവിക്ക് പോലും വിശ്വാസമില്ലാത്തൊരു ഭരണാധികാരിയായി ട്രംപ് മാറിയിരിക്കുന്നു. ഇറാൻ ഒരു എളുപ്പമുള്ള ഇരയല്ലെന്നും യുദ്ധം തുടങ്ങിയാൽ അത് അമേരിക്കൻ സൈനികരുടെ കൂട്ടത്തോടെയുള്ള മരണത്തിലായിരിക്കും കലാശിക്കുകയെന്നും US സൈനിക നേതൃത്വത്തിന് നന്നായി അറിയാം. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ ട്രംപ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രായേലിന് പോലും ഇറാനെ നേരിടാനുള്ള മതിയായ ആയുധശേഖരമില്ലെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഇന്ന് ഒറ്റയ്ക്കല്ല. ചൈനയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും റഷ്യയുടെ ഉറച്ച പിന്തുണയും ഇറാന്റെ നിശ്ചയദാർഢ്യവും ചേരുമ്പോൾ രൂപപ്പെടുന്നത് പ്രതിരോധത്തിന്റെ പുതിയ ലോകക്രമമാണ്. ഭീഷണി കൊണ്ട് ഇനി ഒരു രാജ്യത്തെയും വരുതിയിലാക്കാമെന്ന് അമേരിക്ക കരുതേണ്ടതില്ലെന്നു സാരം.